ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഒരു പുതിയ വീക്ക് തുടങ്ങുകയാണ്. ഇന്ന് മൺഡേ ആണ്. അപ്പോൾ ലാസ്റ്റ് വീക്ക് എല്ലാവർക്കും സാമാന്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വീക്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ എക്സ്ട്രാ 2-3 സ്റ്റോക്കുകൾ എൻ്റെ ബ്രേക്ക് ഔട്ട് സ്കാനറിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഈ വീഡിയോ എന്തായാലും ഒന്ന് എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അത് കണ്ട ശേഷം മാത്രം ഡിസിഷൻസൊക്കെ മുൻപോട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മുടെ നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഡേറ്റ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റി ഇവിടെ നമുക്ക് നോക്കിയാൽ കറക്റ്റ് അറിയാം എന്താണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ഗ്രീൻ സോൺ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ ഒരു റേഞ്ച് ആയിരുന്നു നിഫ്റ്റിയിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. 25,200 എന്നുള്ള റേഞ്ച് വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്, 25,000 to 25,200 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് എപ്പോഴും സെല്ലിംഗ് പ്രഷർ കാണിച്ചുകൊണ്ടിരുന്നു. ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എവിടെ വരെ പെർഫോം ചെയ്തു, 25,672 എന്നുള്ള റേഞ്ച് വരെ പെർഫോം ചെയ്തു. ആൻഡ് അവിടെ നിന്ന് എന്താ സംഭവിച്ചത്, മാർക്കറ്റ് അവിടെ നിന്ന് കെയർഫുള്ളായിട്ട് നമ്മളൊന്ന് വാച്ച് ചെയ്താൽ ഒരു 2 ഡേ നല്ല രീതിയിൽ പെർഫോം ചെയ്തു മാർക്കറ്റ്. ആൻഡ് മൂന്നാമത്തെ ദിവസം നല്ലൊരു ബിഗ് ബെയറിഷ് ബാർ വന്നു. നിങ്ങൾ നോക്കിയ ബിഗ് ബെയറിഷ് ബാർ മാർക്കറ്റിൽ വന്നു. ആ ഒരു നല്ല ബെയറിഷ് ബോഡിയുള്ളൊരു ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും അടുത്ത 3 ദിവസം മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടു. ആൻഡ് മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഒരു 25,200 എന്നുള്ള സപ്പോർട്ടിൻ്റെ മുകളിൽ വന്ന് മാർക്കറ്റ് ഒരു പിൻ ബാർ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. മോസ്റ്റ്ലി ഒരു സപ്പോർട്ടിൽ റീടെസ്റ്റ് ചെയ്ത മട്ടിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് മാർക്കറ്റിൽ ഇനി എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ആദ്യത്തെ സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 25,200 എന്നുള്ള റേഞ്ചിലാണ്. ആ റേഞ്ചിൽ സപ്പോർട്ടിൽ വന്നാൽ മാർക്കറ്റിൽ വീണ്ടും ബയേഴ്സ് വരുമെന്ന് നമുക്ക് ഏകദേശം ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു 50 മിനിറ്റ് ചാർട്ടിലേക്ക് ഒന്ന് പോകാം. നിങ്ങൾ നോക്കിയേ എവിടെയാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രഷർ കാണിച്ചിരിക്കുന്നതെന്ന് നോക്കിയേ. ഈ 25,600 എന്ന് പറഞ്ഞ റെഡ് സോൺ ഞാൻ വരച്ചിട്ടുണ്ട്. അവിടെ വരുമ്പോഴെല്ലാം മാർക്കറ്റ് നല്ല രീതിയിൽ സെല്ലിംഗ് നടക്കുന്നുണ്ട്. അതായത് 1, 2, 3, 4, 5 മോസ്റ്റ്ലി 5 ടൈംസ് നിഫ്റ്റി 25,600 എന്നുള്ള റേഞ്ചിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അടുത്തിനി സെല്ലിംഗ് പ്രഷർ നമുക്ക് എവിടെയാണ് പ്രതീക്ഷിക്കാവുന്നത്, 25,678. മുന്നത്തെ ഹൈയിൽ അവിടെ നോക്കിയാൽ അറിയാം നല്ലൊരു സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഈ 2 റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് അപ്സൈഡ് പ്രതീക്ഷിക്കാം. ആൻഡ് മറിച്ച് നിഫ്റ്റി താഴോട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു ഗ്രീൻ സോൺ 25,200 മുന്നേ ബ്രേക്ക് ഔട്ട് ചെയ്ത മേഖലയിൽ വീണ്ടും സപ്പോർട്ട് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ആൻഡ് മേ ബി ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് ലിക്വിഡിറ്റി സ്വീപ്പൊക്കെ നടത്തി 25,000 എന്നുള്ള റേഞ്ച് വരെയൊക്കെ വന്നതിന് ശേഷവും മാർക്കറ്റ് അപ്പ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട റേഞ്ചുകൾ. 25,200 ഗുഡ് സപ്പോർട്ട് സോണാണ്. ആൻഡ് റെസിസ്റ്റൻസ് എവിടെ വരുന്നത് 25,600 എന്നുള്ള റേഞ്ചിലാണ് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റി മാറ്റി വെച്ചിട്ട് നമുക്ക് 1-2 ചാർട്ടും കൂടെ സ്റ്റോക്സിൻ്റെ ചാർട്ടും കൂടെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഫസ്റ്റ് JK പേപ്പറും ഓറിയൻറ്റ് പേപ്പറാണ്. ഓറിയൻറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പർ സ്റ്റോക്സ് നോക്കി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. കണ്ടോ, നല്ലൊരു സപ്പോർട്ട് റേഞ്ചിൽ നിന്നാണ് പേപ്പർ സ്റ്റോക്സ് അപ്പ് പോയേക്കുന്നത്. കാരണം ഓറിയൻറ്റ് പേപ്പർ നോക്കി ഒരു പോൾ ആൻഡ് ഫ്ലാഗ് പാറ്റേൺ ഇവിടെ വിസിബിളാണ്. ഇപ്പോൾ 30 റുപ്പീസ് നിൽക്കുന്ന ഓറിയൻറ്റ് പേപ്പർ മേ ബി ബ്രേക്ക് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എൻട്രി എടുക്കാൻ പോകുന്നില്ല ഈ സ്റ്റോക്സിൽ, ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാൻ മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് ടെക്നിക്കൽ അനാലിസിസിൻ്റെ വശങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ 30 റുപ്പീസ് നിൽക്കുന്ന സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് സ്ട്രെങ്ത്ത് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ഫ്രൈഡേയിലെ വോളിയോ ഒക്കെ ഭയങ്കര ഇമ്പ്രസീവ് വോളിയോ ആയിരുന്നു. സോ ഓറിയൻറ്റ് പേപ്പർ എന്നുള്ള സ്റ്റോക്ക് നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റ് ഇടുക. ഇപ്പോൾ 34 റേഞ്ചിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാം കേട്ടോ. അടുത്ത സ്റ്റോക്ക് HFCL ആണ്. HFCL എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സ്റ്റോക്കാണ്. അപ്പോൾ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് അപ്പ് പോകാൻ ശ്രമിക്കുകയാണ്. ഒരു വലിയ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഉണ്ടോ, ഈ ഒരു ഗ്രീൻ ബാറിന് ശേഷം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുകയാണ് ഒരു 1021 EMAയിൽ. അപ്പോൾ റീടെസ്റ്റിന് ശേഷം നമുക്കൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ്സ് വരുന്ന വീക്സിൽ 595 ആൻഡ് 686 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ട് വെച്ചേക്കുക കേട്ടോ. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ലിമിറ്റഡ് HFCL. ആൻഡ് അടുത്ത സ്റ്റോക്ക് JK പേപ്പർ നോക്കിയാൽ നല്ലൊരു ബേസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡൗൺ ട്രെൻഡിൽ നിന്ന് മാർക്കറ്റ് അപ്പ് പോകാൻ ശ്രമിക്കുകയാണ്. ഫ്രൈഡേ നല്ലൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ട്. 406 ആണ് ക്ലോസിങ്, കണ്ടില്ലേ JK പേപ്പർ. ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ട് 427. ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട് കേട്ടോ 427-ൽ. കാര്യം നല്ലൊരു ഏരിയയാണ്, നല്ലൊരു സ്വിങ് ഏരിയയാണ്. അപ്പോൾ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരും. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 500 റേഞ്ചിലേക്ക് വരുന്ന വീക്സിൽ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും എല്ലാവരും വാച്ച് ലിസ്റ്റ് ഇട്ടേക്കുക കേട്ടോ. JK പേപ്പർ, ഓറിയൻറ്റ് പേപ്പർ ആൻഡ് HFCL.
ഇപ്പോൾ HSCLലും JK പേപ്പർ ഏകദേശം എല്ലാം സിമിലർ മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. കാര്യം ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് മാർക്കറ്റ് അപ്പ് പോകാൻ ശ്രമിക്കുന്ന സ്റ്റോക്സുകളാണ് ഇതെല്ലാം. HSCL ആണ് ഇനി മൂവ്മെൻറ്റ് പെൻഡിങ് ആണ്. ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷമുള്ള റീടെസ്റ്റ് നടക്കുകയാണ്. ഇതാ ഈ ഒരു സോണ് ഉണ്ടല്ലോ, ഈ 527 ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഡേ ഹൈ, അതായത് ഫ്രൈഡേ എന്ന ദിവസത്തെ ഡേ ഹൈ 506-ന് മുകളിലായിരിക്കും ഞാൻ HSCLിലേക്ക് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കൊക്കെ ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എൻ്റെ ഇവിടെ ഒരു ചെറിയ ട്രെൻഡ് ലൈൻ ഉണ്ട്. ജസ്റ്റ് ഒരു പെർഫെക്റ്റ് ട്രെൻഡ് ലൈൻ ഒന്നുമല്ല, ടെക്സ്റ്റ് ബുക്ക് ട്രെൻഡിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കണ്ടില്ലേ, ചെറിയ ട്രെൻഡ് ലൈൻ സപ്പോർട്ടും താഴെയുണ്ട്. 400 റേഞ്ചിലൊക്കെ നല്ല സപ്പോർട്ട് റേഞ്ച് ഫോം ചെയ്തിട്ടുണ്ട്. 440 റേഞ്ചിലൊക്കെ നോക്കിയാൽ അറിയാം. ഈ റേഞ്ചൊക്കെ നല്ല സപ്പോർട്ട് റേഞ്ചായിട്ട് വയ്ക്കുന്നുണ്ട്. എൻ്റെ മാർക്കറ്റ് ആ ഒരു ചിലപ്പോൾ ഒരു ഡൗൺ സൈഡ് തന്നാലും ഞാൻ ഈ റേഞ്ചിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കും. 430 എന്നുള്ള റേഞ്ചൊക്കെ നല്ല റേഞ്ച് ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ വാങ്ങി ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 3 സ്റ്റോക്സ് കൂടെ ഞാൻ ആഡ് ചെയ്തത്: HSCL, JK പേപ്പർ ആൻഡ് ഓറിയൻറ്റ് പേപ്പർ. അപ്പോൾ ഈ സ്റ്റോക്സ് എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. അപ്പം മേ ബി വരുന്ന വീക്സിൽ നല്ല മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.